വാത്സല്യമുള്ളവരെ, സഭാമക്കളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനം. 122ാമത് മരാമൺ മഹായോഗത്തിൻ്റെ ഈ സന്ധ്യായോഗത്തിൽ ദൈവവചനവുമായി ദൈവസന്നിധിയിൽ നിങ്ങളുടെ മുൻപാകെ നിൽക്കുന്നതിന് അവസരമുണ്ടായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരുവചന ധ്യാനത്തിനായി നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം, ബുക്ക് ഓഫ് നെഹമായ 2nd chapter 17th verse. യെരുശലേം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. വചനമായ ദൈവമേ, തിരുവചനവുമായി അവിടുത്തെ തൃപ്പാദപീഠം ചേർന്ന് വന്നിരിക്കുന്ന അടിയങ്ങളെ അവിടുന്ന് തൃക്കൺ പാർക്കണമേ. വചനപ്പൊരുൾ ഗ്രഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. വചനം വിഭാഗിക്കുന്ന ബലഹീനനായ അടിയനോടും ശ്രവിക്കുന്ന നിൻ്റെ മക്കളോടും കൂടെ ഇരുന്ന് ഈ വചനം ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളുടെ ഭവനങ്ങൾക്കും സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമുക്കൊക്കെ ഏറെ പരിചിതമായ ഒരു പഴയ നിയമ പുസ്തകമാണല്ലോ നെഹമ്യാവിൻ്റെ പുസ്തകം. യെരുശലേമിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ അടയാളങ്ങളായ വാതിലുകളും മതിലുകളും നശിപ്പിക്കപ്പെട്ട, ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നതിനെക്കുറിച്ച് കേട്ടപ്പോൾ യെരുശലേമിനെ സ്നേഹിക്കുകയും യെരുശലേം നിവാസികളെ സ്നേഹിക്കുകയും സർവോപരി യഹോവയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നെഹമ്യാവിന് തീവ്രമായ വേദനയിൽ നിന്നുളവായ ദൗത്യബോധത്തിൻ്റെ മഹാപ്രഖ്യാപനമാണ് ഇപ്പോൾ നാം ശ്രവിച്ച ഈ പ്രത്യേക തിരുവചന ഭാഗം. നാം ഈ ഭാഗത്ത് കാണുന്നത് വാതിലുകൾ വെന്തുപോയിരിക്കുന്നു, മതിലുകൾ ഇടിഞ്ഞു പോയിരിക്കുന്നു എന്ന് നാം ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ദൂരക്കാഴ്ച മാത്രമല്ല, നാം നമ്മുടെ കൺമുൻപിൽ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന നേർക്കാഴ്ചയാണ് എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു വീടിൻ്റെ വാതിലുകൾ വെന്തും അതിൻ്റെ മതിലുകൾ ഇടിഞ്ഞും കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ വീട് ഒട്ടും സുരക്ഷിതമല്ല, അപകടകരമായ അരക്ഷിതാവസ്ഥയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇന്ന് രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും ആത്മീക രംഗങ്ങളിലും കാണുന്നത് നാം ഒരു കാലഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ചിരുന്ന മൂല്യങ്ങളുടെ ഇടിവ്, മൂല്യച്യുതി ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക അവസ്ഥ വിശേഷമാണ്. അപ്പോൾ പിന്നെ നെഹമ്യാവിൻ്റെ കാലഘട്ടവും നമ്മുടെ കാലഘട്ടവും തമ്മിൽ എന്താണ് വ്യത്യാസം? തകർച്ചയുടെ കാര്യത്തിൽ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ യെരുശലേമിൻ്റെ പതനം വാർത്ത കേട്ടപ്പോൾ നെഹമ്യാവിനുണ്ടായ സമീപനവും പ്രതികരണവും നാം ഇന്ന് നിത്യേന കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഉടവുകളുടെയും തകർച്ചകളുടെയും വാർത്തകളുടെ മുൻപാകെ നാം സ്വീകരിക്കുന്ന നിലപാടുകളും നമ്മുടെ പ്രതികരണങ്ങളും അമ്പെ വ്യത്യാസമാണ്.
അതുകൊണ്ട് നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം യെരുശലേമിൻ്റെ ദുരവസ്ഥ തൻ്റെ പ്രിയപ്പെട്ടവരിലൂടെ കേട്ടപ്പോൾ അതീവ ദുഃഖിതനായി. താൻ വളരെയേറെ മനോഭാരമുണ്ടായി. അതിനോടെങ്ങനെ പ്രതികരിക്കണം എന്ന് ദൈവത്തോട് പ്രാർത്ഥനയിൽ ആലോചന കഴിക്കുകയാണ്. ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടം നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ ചിന്തിക്കുന്നത് ഏറെ സഹായകരമാണ്. വിവാഹമോചനം മുൻപെന്നത്തേക്കാളും വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവാണ്. നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് കൗദാശികമായി ആശീർവദിച്ച് നൽകിയ പാവനമായ കുടുംബജീവിതം വേണ്ട എന്ന് വെക്കുന്ന ദുഃഖകരമായ അവസ്ഥ നിലനിൽക്കുകയാണ്. ലഹരിയുടെയും മറ്റും ഉപഭോഗം ഹേതുവായി വളരെയേറെ ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുകയാണ്. ലഹരി ആസക്തി, ക്യാൻസർ രോഗം എങ്ങനെ ആളുകളെ പിടികൂടിയിരിക്കുന്നുവോ അതുപോലെയോ അതിലേറെയോ ദുഃഖകരമായ അവസ്ഥയിലേക്ക് വലിച്ച് താഴ്ത്തുന്നു എന്ന് പറയാതിരിക്കാൻ തരമില്ല. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ മദ്യ ഉപയോഗം സംബന്ധിച്ച് അവരുടെ നിലപാടുകളൊക്കെ വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും ഖജനാവിൽ വന്നു ചേരുന്ന ഭീമമായ തുക കൈവടിയുവാൻ മനസ്സില്ലാതെ നേരിട്ടോ അല്ലാതെയോ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ദുഃഖകരമായ സാഹചര്യത്തിൽ നിലനിൽക്കുകയാണ്. വർഗീയ ധ്രുവീകരണം ഇന്ന് രാജ്യത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെയെങ്കിലും പ്രത്യേകം വിരൽ ചൂണ്ടുന്നതിന് വേണ്ടിയിട്ടല്ല. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് തൂണിലും തുരുമ്പിലും ഇന്ന് വർഗീയത കാണാം എന്ന് പറയുന്നതാണ് കുറെ കൂടെ ശരി. അത് രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന്, അഭിവൃദ്ധിക്ക് തടസ്സമാണ് എന്ന് നാം മനസ്സിലാക്കുകയും അതിനെതിരെ സന്ധിയില്ലാത്ത നിലപാടുകൾ കൈക്കൊള്ളുവാൻ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരും നാം തന്നെയും ശ്രമിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. എന്തിനേറെ പറയുന്നു, മേധാവിത്വത്തിൻ്റെ ധ്വംസന സ്വരം ഇന്ന് നമ്മുടെ കാതുകളിൽ മുഴങ്ങുകയാണ്. അന്തരീക്ഷത്തിൽ പേടിപ്പെടുത്തുന്നതെന്തോ ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടെ മൗനം ദീക്ഷിക്കുന്നതായുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. നിശ്ചയമായും ഇങ്ങനെയുള്ള അവസ്ഥകൾ നാം ആയിരിക്കുന്ന ഇടങ്ങളിലും നാം ബന്ധപ്പെടുന്ന ഇടങ്ങളിലും നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിലുമൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തെ എത്രയധികമായി അത് ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം സ്വതന്ത്ര ഭാരതത്തിൻ്റെ സ്വച്ഛന്ദ വായു ശ്വസിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ സ്വൈരതയും അതിൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വരികിൽ ഇവിടെ ഇതാ യെരുശലേമിൻ്റെ വാതിലുകൾ തീ വെന്ത് കിടക്കുന്നു, മതിലുകൾ ഇടിഞ്ഞു പോയിരിക്കുന്നു എന്ന് ഹനനിയ മുതലായവരിലൂടെ ഈ നെഹമ്യാവ് കേട്ടതിന് സമമായിരിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലോകമിന്നും ആദരിക്കുന്നതായുള്ള സുവിശേഷത്തിൻ്റെ ധീരനായ പോരാളിയായിരുന്നുവല്ലോ ഫ്രാൻസിസ് ഓഫ് അസീസി എന്ന് പറയുന്നത്. ഫ്രാൻസിസ് ഓഫ് അസീസിക്ക് സുവിശേഷ വേലക്കിറങ്ങാൻ പ്രേരണയായത് ഒരു ദൈവാലയ അനുഭവമാണ്. ഒരു ദൈവാലയത്തിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ ദൈവം പറയുന്നതായി അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയാണ്. എൻ്റെ ആലയം ജീർണിച്ചിരിക്കുന്നു, നീ അതിനെ പുനരുദ്ധരിക്കണം. എൻ്റെ ആലയം ജീർണിച്ചിരിക്കുന്നു, നീ അതിനെ പുനരുദ്ധരിക്കണം. നമുക്കറിയാമല്ലോ, ഫ്രാൻസിസ് ഓഫ് അസീസി വളരെ വലിയ ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആ സമ്പന്നതയുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി ആ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്ന ജീർണിച്ച ചില ദൈവാലയങ്ങൾ അദ്ദേഹം പുതുക്കി പണിയുകയുണ്ടായി. എന്നാൽ ഈ ദൈവത്തിൻ്റെ ആഹ്വാനം അതിൻ്റെ ആഴങ്ങളിൽ മനസ്സിലാക്കുവാൻ ഫ്രാൻസിസ് ഓഫ് അസീസി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഈ ദൈവം ഉദ്ദേശിക്കുന്ന ആലയം ഓരോ മനുഷ്യ ജീവിതമാണെന്ന്.
അന്ന് അദ്ദേഹം നിശ്ചയിച്ചു തിരുവചനം ഘോഷിക്കണം. അതുകൊണ്ട് തിരുവചനത്തിൻ്റെ ഒരു പ്രഘോഷകനായി അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ്. ഈ മാതിരി തന്നെയാണ് ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഈ ദൈവവചനത്തിലൂടെ നെഹമ്യാവിലൂടെ ദൈവം തമ്പുരാൻ നമ്മോട് സംഭാഷിച്ചു കൊണ്ടിരിക്കുന്നത്. എൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ വെന്തും മതിലിടിഞ്ഞും കിടക്കുന്നു, അതിനെ ഉദ്ധരിച്ചാലും ഈ വിളി കേൾക്കേണ്ട അവസരമാണ് ഈ കൺവെൻഷൻ യോഗങ്ങൾ എന്ന് ഞാൻ പറയട്ടെ. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ വാത്സല്യമുള്ളവരെയും നാം ഇന്നായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, അത് നമ്മുടെ കുടുംബത്തിലായിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകളിലായിരുന്നാലും നമ്മുടെ ആരാധനാ സമൂഹങ്ങളിലായിരുന്നാലും ദേശത്തായിരുന്നാലും രാഷ്ട്രത്തിലായിരുന്നാലും ഇങ്ങനെയുള്ള ദുസ്ഥിതികളും ദുരവസ്ഥകളും കണ്ടിട്ട് കാണാത്തവരെ പോലെ കേട്ടിട്ട് കേട്ടവരെ പോലെയാണ് നാം ജീവിക്കുന്നെങ്കിൽ അതെത്രയോ സങ്കടകരമാണ്. അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ തുറക്കാം, നമ്മുടെ കാതുകളെ നമുക്ക് തുറക്കാം, നമ്മുടെ ഹൃദയങ്ങൾക്ക് ഒരു തുറവി നൽകിക്കൊണ്ട് ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് നാം എന്ത് ചെയ്യണമെന്ന് ദൈവം തമ്പുരാൻ നമുക്ക് ആലോചന നൽകുന്നുവോ ആ നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ വിനയ ഹൃദയത്തോടുകൂടെ നമുക്ക് ഈ ദൈവവചനത്തിൻ്റെ മുൻപാകെ അടുത്തു വരാം. നെഹമ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം യഹോവ ആശ്വസിപ്പിക്കുന്നു എന്നാണ്. വേദനയിലും നെടുവീർപ്പിലും കഴിഞ്ഞ യെരുശലേം നിവാസികൾക്ക് ആശ്വാസത്തിൻ്റെ, വിടുതലിൻ്റെ, ജീവിത നവീകരണത്തിൻ്റെ പ്രവാചകനായി എത്തിയ ഉന്നത സ്ഥാനീയനായ ഒരു വ്യക്തിയായിരുന്നു നെഹമ്യാവ് എന്ന് ഇവിടെ നാം അർത്ഥം പറയുന്ന യഹോവയെ ആശ്വസിപ്പിക്കുന്നു എന്ന അർത്ഥത്തിൻ്റെ ഉടമ. യെരുശലേമിൻ്റെ ദയനീയ അവസ്ഥയ്ക്ക് ദൈവം കണ്ടെത്തിയ പരിഹാരമാണ് നെഹമ്യാവ്. അങ്ങനെയാണ് നെഹമ്യാവ് ജനത്തിന് ആശ്വാസദായകനായി മാറുന്നത്. അന്നത്തെ ദൈവജനത്തിൻ്റെ വേദനയിൽ ദൈവം നൽകിയ ഔഷധക്കൂട്ടായിരുന്നു ദൈവം ആശ്വസിപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന നെഹമ്യാവ് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. പുനരുദ്ധാരണം കാത്തുകിടക്കുന്ന ആധുനിക സഭയ്ക്കും സമൂഹത്തിനും ദൈവം നൽകുന്ന ആശ്വാസം നൽകുന്ന പ്രിയപ്പെട്ടവരായി ദേശത്ത് വിശ്വസ്തയോടുകൂടെ പാർക്കുവാൻ നാമും യത്നിക്കേണ്ടതല്ലയോ എന്നുള്ള ഗൗരവമേറിയ ചിന്ത ഞാൻ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുകയാണ്. നമ്മുടെ മലങ്കര സഭയിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ ശരിയല്ലായ്മ ദർശിച്ച് ദൈവവചനത്തിൽ നിരക്കാത്തതായുള്ള നിരവധി കാര്യങ്ങളിൽ ആളുകൾ ആകൃഷ്ടരായിരിക്കുന്നു എന്ന് കണ്ട് മനംനൊന്ത് ഈ മലങ്കര സഭയെ ശുചീകരിക്കുന്നതിനായി, നവീകരിക്കുന്നതിനായി പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനച്ചനും കൈതയിൽ ഗീവർഗീസ് മൽപ്പാനച്ചനും ദൈവ ആലോചന കേട്ട മഹൽ വ്യക്തികളായിരുന്നു. അവർ ഈ ശുചീകരണം തുടങ്ങിവെച്ചു, നവീകരണം തുടങ്ങിവെച്ചു. ശുചീകരണമാകട്ടെ നവീകരണമാകട്ടെ തുടങ്ങി അവസാനിപ്പിക്കുന്ന ഒരു പ്രക്രിയയല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തുടരേണ്ടുന്നതായുള്ള, ഇന്ന് ഈ നിമിഷവും തുടരേണ്ടുന്നതായുള്ള ദൈവം തമ്പുരാൻ നമ്മെ നിയോഗിച്ചാക്കിയിരിക്കുന്ന വലിയ കടമയും ചുമതലയുമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട വല്യച്ഛന്മാർ തുടങ്ങിവെച്ചതായുള്ള ഈ നവീകരണത്തിൻ്റെ, ശുചീകരണത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ നാം ധൈര്യം അവലംബിച്ച് ഈ കാലയളവിൽ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഈ വന്യരായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരുടെ ശുശ്രൂഷകൾക്ക് വളരെയേറെ ആക്കം വർദ്ധിപ്പിക്കുന്ന വിധത്തിലായിരുന്നു വലിയ മത്യൂസ് മാർ അത്തനാസിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയും അനന്തരം തോമസ് മാർ അത്തനാസിയോസ് മെത്രാപ്പോലിത്ത തിരുമേനിയും നിലപാടുകൾ എടുത്തിരുന്നത്. എന്നാൽ ആ കാലയളവിൽ ധീരരായിരുന്ന പട്ടക്കാരുടെ സംയമനത്തോടു കൂടിയിട്ടുള്ള, ധൈര്യത്തോടു കൂടിയിട്ടുള്ള നേതൃത്വം നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഈ വർഷമെന്ന് പറയുന്നത് സഭയിലെ ആദ്യത്തെ വികാരി ജനറൽ കോവൂർ ഐപ്പ് തോമ കത്തനാർ ആ വല്യച്ഛൻ്റെ ചരമ ശതാബ്ദി വർഷമാണ്. നാം സമുചിതമായി ഒരു ദിവസം അത് ആചരിച്ചു. എന്നാൽ നാം ഈ ധീരോദാത്തമായ നേതൃത്വങ്ങൾ വഹിച്ചിട്ടുള്ള, പ്രത്യേകിച്ചും ഈ പ്രിയപ്പെട്ട കോവൂരച്ഛൻ്റെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കുമ്പോൾ
എത്രയോ ധൈര്യം അവലംബിച്ച് അന്നത്തെ മെത്രാപ്പോലിത്തന്മാരോട് ചേർന്ന് നിന്ന്, എന്നാൽ തിരുത്തൽ ആവശ്യമുള്ള ഇടങ്ങളിൽ തിരുത്തലിൻ്റെ ധൈര്യമേറിയ ശബ്ദം മുഴക്കിയതായുള്ള മഹാരഥന്മാരായിരുന്നു. നമുക്കറിയാമല്ലോ, തോമസ് മാർ അത്തനാസ്യോസ് മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ അനന്തരാവകാശിയെ വാഴിക്കാതെ കടന്നു പോകയിൽ നമ്മുടെ സഭ വൈദവ്യം സംഭവിക്കുമെന്നുള്ള വലിയ ആശയ സംഘർഷത്തിൽ നാം ആയിരിക്കുന്ന സമയങ്ങളിൽ നമുക്കൊരു മെത്രാപ്പൊലിത്തയെ വാഴിക്കുന്നതിന് നേതൃത്വം നൽകിയ താഴത്തച്ഛനെയും കോവൂരച്ഛനെയും കൂടെ പ്രവർത്തിച്ചതായുള്ള ധീരരായിരുന്ന നമ്മുടെ വലിയച്ഛന്മാരെയും നമുക്കൊരിക്കലും മറന്നുകൂടാ. അവരെന്നും നമ്മുടെ മുന്നിൽ നമുക്ക് വലിയ പ്രേരണയായി നിൽക്കുകയാണ്. ഈ പറയപ്പെട്ട ഉത്തമമായിരിക്കുന്ന നേതൃത്വം നൽകിയതായുള്ള ഈ കോവൂരച്ഛനെ കുറിച്ച് പഠിച്ചിട്ടുള്ളപ്പോൾ നമുക്കറിയാം, അദ്ദേഹം സഭയുടെ 4 കെട്ടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടിയ മനുഷ്യനല്ല. പിന്നെയോ അന്നത്തെ തിരുമൂലം പ്രജാസഭയിൽ അംഗമായിരുന്നു കൊണ്ട് മേലാളന്മാരും കീഴാളന്മാരുമെന്ന് അന്ന് പറഞ്ഞിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ പോരാടിയിരുന്ന, ഇന്നൊരു പക്ഷേ ആ വാക്ക് ഉപയോഗിക്കണ്ട എന്ന് അടുത്ത ദിവസങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധ വന്നിട്ടുണ്ട്. ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും ആ മനോഭാവത്തിന് വേണ്ടും വണ്ണം മാറ്റം വന്നിട്ടില്ല എന്ന് പറയുന്നതിൽ ഞാൻ എൻ്റെ സങ്കടം രേഖപ്പെടുത്തുകയാണ്. ഇങ്ങനെയുള്ള ഒരു സംസ്കാരം നിലനിന്നപ്പോൾ, അങ്ങനെയുള്ള ഉച്ചനീചത്വങ്ങൾ നിലനിന്നപ്പോൾ, അങ്ങനെയുള്ള മേലാളന്മാരുടെ വാഴ്ച നിലനിന്നപ്പോൾ അതിനെതിരെ ശക്തിയുക്തം വാദിച്ചതായിട്ടുള്ള ഈ പ്രജാസഭയിൽ വളരെയധികം നേതൃത്വം നൽകിയിട്ടുള്ള ഈ അച്ഛൻ, അതുപോലെയുള്ള മഹാരഥന്മാരുടെ സ്ഥാനത്ത് വളരെ പഠിപ്പുള്ള, വളരെ പരിചയസമ്പന്നനായിരിക്കുന്ന മാർത്തോമാ സഭയിലെ പട്ടത്ത സമൂഹമേ, എൻ്റെ സഹോദരരെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ശുശ്രൂഷയുടെ മാനം നമുക്ക് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ പള്ളിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ശുശ്രൂഷയിൽ നിന്നും ചുറ്റുപാടുകളിലേക്ക് ഇറങ്ങി സമൂർത്തമായ പരിവർത്തനത്തിനു വേണ്ടി നമ്മുടെ മുൻപേ നമുക്ക് മാർഗം തെളിച്ചു തന്നിട്ടുള്ള ധീരരായിരിക്കുന്ന നമ്മുടെ മുൻഗാമികളുടെ പാതയിലൂടെ ഈ സമഗ്രമായ പരിവർത്തനത്തിനു വേണ്ടി, മാറ്റത്തിനു വേണ്ടി പ്രയത്നിപ്പാൻ തക്കവണ്ണമുള്ള വലിയ താല്പര്യം നാം കാട്ടേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അതുകൊണ്ട് മലങ്കര സഭയിലെ ഈ നവീകരണത്തിന് നേതൃത്വം നൽകിയതുപോലെ ഇന്ന് സഭയിലും സമൂഹത്തിലും ശുചീകരണ പ്രക്രിയയ്ക്ക് വളരെ കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങുന്നതിനായി നമുക്ക് ഇടയായി തീരേണ്ടിയിരിക്കുന്നു. പുനരുദ്ധാരണം കാത്തുകിടക്കുന്ന ആധുനിക സഭയ്ക്ക് ഇതിന്ന് ചെയ്തില്ല എന്ന് വരികിൽ നാം പിന്നീട് വിലപിക്കേണ്ടി വരുമല്ലോ എന്നുള്ള കാര്യം കൊണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.